ഒരു ഹിന്ദുവായി മരിച്ചാൽ ദഹിപ്പിക്കും, എന്നാൽ മുസ്ലിമായി മരിച്ചാലോ ഖബറടക്കും. ഏതു വേണം? ഇത് മതം മാറാൻ തയ്യാറായി വീട് വിട്ടിറങ്ങിയ ഒരു ഹിന്ദു യുവതിയുടെ മനസ്സിലുയർന്ന ചോദ്യമാണ്. മതം മാറാൻ പ്രേരിപ്പിച്ചത് കാമുകൻ. യഥാർത്ഥ ഹിന്ദുവിന് ഒരിക്കലും കൂളായി മറ്റൊരു മതത്തിലേക്ക് മാറാൻ ആകുമോ എന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ്. അതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഈ യുവതിയുടെ അനുഭവം. ബിഗ് ബോസ് 13 മത്സരാർത്ഥിയും മോഡലുമായ ഹിമാൻഷി ഖുറാനയുടെ സ്വന്തം അനുഭവം അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പറയുന്നത്. ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് മാറാൻ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത കാമുകന്റെ കരാള ഹസ്തത്തിൽ നിന്നും തന്നെ രക്ഷിച്ചത് ഒരു ചാർധാം യാത്രയാണെന്ന് യുവതി പറയുന്നു. തീർത്ഥാടന വേളയിൽ തന്റെ വിശ്വാസം ഉപേക്ഷിച്ച് മറ്റൊരു മതം സ്വീകരിക്കുന്നതിൽ ആന്തരികമായ സംഘർഷമുണ്ടായി. ഇസ്ലാം മതം വേണ്ട, ഹിന്ദുമതം മാത്രം മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആ സമ്മർദ്ദം ഹിമാൻഷിക്ക് പ്രേരണയായി. കാമുകൻ അസിം റിയാസ് തന്നെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് 13 മത്സരാർത്ഥിയും മോഡലുമായ ഹിമാൻഷി ഖുറാന. പരസ് ഛബ്രയുടെ പോഡ്കാസ്റ്റിലാണ് ഹിമാൻഷിയുടെ ഈ വെളിപ്പെടുത്തൽ. അസിം റിയാസ് സ്വന്തം മതത്തെ ധാരാളം പ്രശംസിച്ചു. ഒടുവിൽ തന്റെ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് ഹിമാൻഷി ഖുറാന പറഞ്ഞു. അദ്ദേഹം തന്റെ മതത്തെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ എന്നോട് പറയാറുണ്ടായിരുന്നു. എല്ലാവരും നിങ്ങളോട് ആ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. ഞാനത് മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ അത് എനിക്ക് സ്വീകാര്യമായിരുന്നില്ല. അദ്ദേഹത്തിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഹിന്ദുമതം ഉപേക്ഷിക്കാനുള്ള ഓപ്ഷൻ താൻ പരിഗണിച്ചിരുന്നു എന്നും ഹിമാൻഷി പറഞ്ഞു. തന്റെ ഹിന്ദു വിശ്വാസം ഉപേക്ഷിക്കുന്നതിന് മുൻപ് താൻ വിശ്വസിച്ച ദൈവങ്ങളോട് യാത്ര പറയണമല്ലോ. അങ്ങനെ യാത്ര പറയാനാണ് ഒരു ചാർധാം യാത്ര നടത്തിയത്. എന്നാൽ ആ ചാർധാം യാത്ര തന്നെ തിരിച്ചു ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. എനിക്ക് ഇനി ഇത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വന്നെങ്കിലോ എന്ന് കരുതിയാണ് ചാർധാം യാത്രയ്ക്ക് പോയത്. ചാർധാമും അതിനു മുമ്പുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരിക്കലും അവരെ കാണാൻ സാധിക്കില്ല. ഞാൻ വിട പറയുന്നത് പോലെയായിരുന്നു. എന്നാൽ തന്റെ തീർത്ഥാടന വേളയിൽ തന്റെ വിശ്വാസം ഉപേക്ഷിച്ച് മറ്റൊരു മതം സ്വീകരിക്കുന്നതിൽ ആന്തരിക സംഘർഷം അനുഭവപ്പെട്ടതായി ഹിമാൻഷി ഖുറാന പറഞ്ഞു. എന്റെ ദൈവത്തെ ഞാൻ വഞ്ചിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ വളർന്നതും ആന്തരികമാക്കിയതുമായ വിശ്വാസം ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്വന്തം വിശ്വാസവുമായുള്ള ആഴത്തിലുള്ള ബന്ധം കാരണം മറ്റൊരു മതം സ്വീകരിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സ്വന്തം വിശ്വാസവുമായുള്ള ആഴത്തിലുള്ള ബന്ധം കാരണം മറ്റൊരു മതം സ്വീകരിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആ വിശ്വാസങ്ങൾ എൻ്റെ ഉള്ളിലാണ്. എനിക്കതെങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കും? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നു. എന്നെ ദഹിപ്പിക്കണോ അതോ സംസ്കരിക്കണോ? ഈ ചോദ്യം എൻ്റെ ഉപബോധ മനസ്സിൽ നിന്നാണ് വന്നത്. കിന്നൗർ കൈലാഷ് യാത്ര നടത്തുമ്പോൾ ഞാൻ തകർന്നുപോയി. അവിടെ എത്തിയപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ ഒരുപാട് കരഞ്ഞു. ആ നിമിഷമായിരുന്നു എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കരുത് എന്ന് ഞാൻ തീരുമാനിച്ചത്, ഹിമാൻഷി പറയുന്നു. എന്തായാലും ഹിമാൻഷി മാത്രമല്ല, ഹിമാൻഷിയെ പോലെ തന്നെ ഒരുപാട് ആളുകൾ തങ്ങളുടെ സ്വന്തം മതത്തിൽ, അതിപ്പോൾ ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും ഇസ്ലാം ആയാലും അവരവരുടെ മതത്തിൽ അവർക്ക് രൂഢമൂലമായ ഒരു ആത്മബന്ധമുണ്ട് എങ്കിൽ ഒരിക്കലും ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് അവരെ എന്തൊക്കെ വന്നാലും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അത്രമാത്രം ആഴത്തിൽ ആ വിശ്വാസം അവരിൽ വേരൂന്നിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹിമാൻഷിയുടെ മനസ്സിൽ താൻ മരിച്ചാൽ ദഹിപ്പിക്കണോ അതോ അടക്കണോ എന്നുള്ള ആ ഒരു ചോദ്യം തന്നെ വന്നത്. മറ്റൊരു മതത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഖബറടക്കമോ അല്ലെങ്കിൽ സംസ്കാരമോ മാത്രമായിരിക്കും നടക്കുക. അതേസമയം ഹിന്ദു മതത്തിലാണെങ്കിൽ അവിടെ ദഹിപ്പിക്കുക എന്നതാണ് നടക്കുക. ആ വിശ്വാസത്തിൽ ഏറെ അഡിക്റ്റഡ് ആയിരിക്കുകയാണ് ഹിമാൻഷി ഖുറാന. അതുകൊണ്ട് തന്നെയാണ് ഒരു ചാർധാം യാത്രയ്ക്ക് പോകണമെന്ന് തോന്നിയതും ആ യാത്രയ്ക്കുള്ളിൽ ആ യാത്രയിലൂടെ തൻ്റെ ദൈവങ്ങളെ വിട പറഞ്ഞു പോകുന്നതൊക്കെ ആ മനസ്സിനെ വേദനിപ്പിച്ചത്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. സ്വയം വിശ്വസിക്കുന്ന, താൻ ജനിച്ചു വളർന്ന ഒരു വിശ്വാസത്തിൽ ശരിക്കും ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കും മറ്റൊരു മതത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.